Hi friends, welcome to my YouTube channel. My name is Mohammed Shakir. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ കുറച്ച് ഫീച്ചേഴ്സുകളാണ്. അപ്പോൾ ഇതൊരു പുതിയൊരു ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷനാണ്. നമ്മൾ മൊബൈലിൽ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാമിൻ്റെ കാട്ടി കുറച്ച് സൂപ്പറായ ഫീച്ചേഴ്സുള്ള ഒരു ഇൻസ്റ്റാഗ്രാമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. ഇതിനു മുമ്പ് ഇതിൻ്റെ ഒരു മോഡൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പകരം നമ്മൾ ഫേസ്ബുക്ക് ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഫേസ്ബുക്ക് ലൈറ്റും ഫേസ്ബുക്കും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വളരെ വ്യത്യാസം കാണുന്നുണ്ട്. ഫസ്റ്റ് തന്നെ അതിൻ്റെ തീമാണ് നമുക്ക് ഇഷ്ടപ്പെടാത്തത്. ഫേസ്ബുക്ക് ലൈറ്റിൻ്റെ തീം ഒറിജിനൽ ഫേസ്ബുക്കിനെക്കാട്ടി വളരെ ഒരു അധികം ഒരു അട്രാക്റ്റീവ് തോന്നിക്കാത്ത ഒരു തീമാണ് ഫേസ്ബുക്ക് ലൈറ്റിനുള്ളത്. പക്ഷേ അതുപോലെയുള്ളൊരു ആപ്ലിക്കേഷൻ അല്ല ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വളരെ നല്ല ആപ്ലിക്കേഷൻസാണ്. റെഡിക്കും ഇൻസ്റ്റാഗ്രാം പോലെ തന്നെയാണ്, ഒറിജിനൽ ഇൻസ്റ്റാഗ്രാം പോലെ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ എൻ്റെ ഫോട്ടോ എന്നെല്ലാം. പക്ഷേ അതിൻ്റെ ഉള്ളിലാണ് കുറേ ഫീച്ചേഴ്സുകൾ ഇരിക്കുന്നത്. അപ്പോൾ ആ ഫീച്ചേഴ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ബെല്ലൈക്കൻ കാണാൻ സാധിക്കും. അതും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ അറിയിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് നമുക്ക് ഓപ്പൺ ആക്കാം. അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. വളരെ സിമ്പിളാണ്, ഒരു പണിയുമില്ല. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പോൾ അത് ഞാൻ ഓപ്പൺ ആക്കുകയാണ്. സെയിം നമ്മുടെ ഒറിജിനൽ ഇൻസ്റ്റാഗ്രാം പോലെയാണ്, ചെറിയ വ്യത്യാസം നമുക്ക് കാണാനുമില്ല, കാരണം അത്ര പ്യുവർ ഇൻസ്റ്റാഗ്രാം പോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണെങ്കിൽ, ഓക്കെ, ഇതൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുകളിലത്തെ 3 ഡോട്ട് ഇതൊരു ആഡാണ്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. ഓക്കെ, ഇതൊരു പിക്കാണ്. ഇതൊരു വീഡിയോ ആണ്. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നിങ്ങൾ മുകളിലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ആവും. അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ വേറെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം, ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഷെയർ ഇമേജ് ഓർ വീഡിയോ ഈ വാറലുണ്ട്. അത് നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ വേറെ മറ്റ് ആപ്പ് വഴി ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ കോപ്പി ഇമേജ് ആൻഡ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തെങ്കിലാണ് നല്ലത്. അത് കോപ്പി ചെയ്ത് അപ്പോൾ കോപ്പി ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ നിങ്ങൾ ഏത് സോഷ്യൽ മീഡിയ ആപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് അത് കോപ്പി ചെയ്ത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ കാണാൻ സാധിക്കും. ഇനി വേറെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഈ ഒരു picker.photo എന്നുള്ളൊരു ഈ ഒരു പേജ് നമ്മൾ ഓപ്പൺ ആക്കി. അപ്പോൾ ഇവിടെ നമ്മൾക്ക് 3 ഡോട്ട് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോറി, ഇവരുടെ ഫോട്ടോസും വീഡിയോസും എല്ലാ സ്റ്റോറീസും നമുക്ക് ഇതിൽ നിന്ന് ഹൈഡ് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മുടെ സുഹൃത്തുക്കളായാലും നമ്മുടെ ഈ ഒരു നോക്കുമ്പോൾ അവർക്ക് ഈ ഒരു ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉള്ളതായിട്ട് കാണാൻ സാധിക്കുകയില്ല, അവന് മീഡിയസ് ഒന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ അത് ഹൈഡായിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ എൻ്റെ അടിയിൽ ഈ പ്രൊഫൈൽ കോപ്പി ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുക്കാനും സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് 2 കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഈ ഒരു ഫോട്ടോ സാധാരണ രീതിയിൽ നമുക്കിത് ബിഗ് സ്ക്രീനിൽ കാണാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്കത് അമർത്തി പിടിച്ചാൽ അവരുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് ഇതുപോലെ ബിഗ് സ്ക്രീനിലായി കാണാൻ സാധിക്കും. പിന്നെ വേറൊരു ഫ്യൂച്ചർ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുവാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് തീം എന്ന ഓപ്ഷനുണ്ട്. തീമിൽ നിങ്ങൾക്ക് ഇതിൻ്റെ തീം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതും ഡൗൺലോഡ് ചെയ്തൊരു പുതിയ തീം നമുക്ക് ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നെറ്റ്വർക്ക് സ്ലോ ആയതിൻ്റെ പേരിലാണ് ഞാനത് കാണിക്കാത്തത്. അപ്പോൾ നമ്മളത് റിവേഴ്സിലേക്ക് പോവാണ്. ഇനി അപ്പിയറൻസ്, ഇതിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ആപ്പിൻ്റെ പല കാര്യങ്ങളും നിങ്ങൾക്കത് ചേഞ്ച് ചെയ്ത് അതിൻ്റെ കളറും മറ്റു കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ആപ്ലിക്കേഷനെ കൊണ്ട് ഉള്ളത്. പിന്നെ കുറച്ച് ഫീച്ചേഴ്സുകൾ വേറെയുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സാവധാനം പോലെ നിങ്ങൾക്കത് വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ചാനലാണ് MS Tech. ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതിനുള്ള നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഇനി ഇതിന് നല്ല വീഡിയോയുമായി നമുക്ക് ഇനിയും വരാം. അതുവരെ സൈനിങ് ഔട്ട്.